എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എങ്ങനെയാണ് ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ക്രീം തന്നെ പല രീതിയിലുണ്ട്. ഫ്രഷ് ക്രീം, വിപ്പിംഗ് ക്രീം, ഡബിൾ ക്രീം, ഹെവി ക്രീം, അങ്ങനെ പല വിധത്തിലാണ് ക്രീമുകളുള്ളത്. അപ്പോൾ നമ്മൾ കേക്കിലൊക്കെ ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഡബിൾ ക്രീം അല്ലെങ്കിൽ ഹെവി ക്രീം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഫാറ്റ് കണ്ടൻറ്റ് 30% മുകളിൽ ഉള്ള ക്രീമിനെയാണ് ഡബിൾ അല്ലെങ്കിൽ ഹെവി ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഫാറ്റുള്ള ക്രീം വേണം എപ്പോഴും നമ്മൾ വിപ്പിങ്ങിനായിട്ട് യൂസ് ചെയ്യാനായിട്ട്. സാധാരണ ഫ്രഷ് ക്രീമിൽ നിങ്ങൾ വാങ്ങുമ്പോൾ നോക്കുക അതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ് എത്രയുണ്ടെന്ന്. അപ്പോൾ ഫാറ്റ് കണ്ടൻറ്റ് കുറവാണെങ്കിൽ അത് വിപ്പായി കിട്ടാനായിട്ട് നല്ല പാടാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 40% ഫാറ്റുള്ള ക്രീമാണ്. അപ്പോൾ ഈ ക്രീം വെച്ചിട്ട് വിപ്പ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് അത് വിപ്പായിട്ട് വരും. പിന്നെ ഞാൻ 30% ഫാറ്റുള്ള ക്രീം വെച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോഴും അത് നന്നായിട്ട് വിപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഞാൻ 300 ml ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് 40% ഫാറ്റുള്ള ക്രീമാണ്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഇത് തരിയോടുകൂടിയുള്ള പഞ്ചസാര തന്നെയാണ്. അത് നിങ്ങൾക്ക് മധുരം അനുസരിച്ചിട്ട് ചേർക്കാം. നിങ്ങൾക്ക് ഫ്ലേവറിങ്ങിന് വേണമെങ്കിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം, അത് നിർബന്ധമില്ല. അപ്പോൾ ഞാൻ ഈ 300 ml ക്രീം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഗ്ലാസിൻ്റെ ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഞാൻ ബീറ്റ് ചെയ്യാനായിട്ടൊരു ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ബ്ലേഡൊക്കെ നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഒരേ ഡയറക്ഷനിൽ തന്നെ ബീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഇടയിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ സ്പീഡിൽ ഒരേ ഡയറക്ഷനിൽ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്രീം കുറച്ച് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് വിപ്പായി വന്നിട്ടുണ്ട്. നിങ്ങൾ ബ്ലേഡിൽ നോക്കുകയാണെങ്കിൽ സ്റ്റിഫ് പീക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി ഇത് നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കേക്കൊക്കെ റെഡി ആകുമ്പോഴത്തേക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ നെക്സ്റ്റ് സ്റ്റേജിൽ അത് വിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ബട്ടറായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേക്കുകളിൽ പൈപ്പിംഗ് ആയിട്ടോ കവറിംഗ് ആയിട്ടോ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് കാണുവാണെങ്കിൽ മനസ്സിലാകും, ഇതൊട്ടും റണ്ണിയല്ല, വളരെ സ്റ്റിഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു ഷിഫോൺ കേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കേക്കിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കാണേണ്ടവർ കാണുക. ഇതിനു മുന്നേ ഞാനൊരു ഫ്രോസ്റ്റിങ്ങിൻ്റെ വീഡിയോ ഇട്ടിരുന്നു, അതായത് 3 ടൈപ്പിലുള്ള ഫ്രോസ്റ്റിംഗ് വീഡിയോ. അപ്പോൾ അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് പൈപ്പിംഗ് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് പൈപ്പ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ നല്ല ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് ഞാനിപ്പോൾ പൈപ്പ് ചെയ്ത് കാണിക്കുകയാണ്. ഇത് നിങ്ങൾക്കിപ്പോൾ കാണുകയാണെങ്കിൽ മനസ്സിലാകും, നന്നായിട്ട് പൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് റണ്ണിയൊന്നും ആയി പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമിൻ്റെ ബ്രാൻഡിൻ്റെ കാര്യം നിങ്ങൾ എപ്പോഴും അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൗഡറും യൂസ് ചെയ്യാം ക്രീമിന് പകരമായിട്ട്. അപ്പോൾ അതിൽ ഉള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ നോക്കി അതേപോലെ നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിവ്യൂസ് കിട്ടും ഏത് വിപ്പിംഗ് ക്രീമാണ് നല്ലതെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയ എന്തെങ്കിലും വെറൈറ്റി റെസിപ്പി ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.